പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 12ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ ആമേൻ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും, ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ മാസത്തിൻ്റെ 2ാമത്തെ വിശുദ്ധ പ്രഭാതത്തിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നല്ലോ. ആമേൻ, സ്തോത്രം. ഈ ആരാധനയുടെ നടുവിൽ, ഈ വിശുദ്ധ പ്രഭാതത്തിൻ്റെ നടുവിൽ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ആമേൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തയേശുവിലുള്ള വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ. ആമേൻ. 4-ാം മാസത്തിൻ്റെ 2ാമത്തെ ആമേൻ സ്തോത്രം വിശുദ്ധ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആമേൻ നമുക്കൊരിക്കൽ കൂടെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ആമേൻ. സങ്കീർത്തനക്കാരൻ പാടുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. മനുഷ്യരുടെ നിറവും ഭാഷയും സംസ്കാരവും ജീവിത രീതിയും അഭിരുചിയും വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നുപോലെ ജീവിക്കുവാനോ ഒരുമിച്ചായിരിക്കുവാനോ സാധിക്കുകയില്ല. അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമില്ല. വർദ്ധിച്ചു പെരുകി ഭൂതലത്തിൽ എങ്ങും ചിതറി പാർക്കുവാനാണ് ദൈവം മനുഷ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആത്മീക വിഷയങ്ങളിലും ദൈവ ഇഷ്ടം നിവർത്തിക്കുന്ന കാര്യത്തിലും ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്ന കാര്യങ്ങളിലും ഒരേ ചിന്തയുള്ളവരും ഒരുമിച്ച് നിന്ന് ആമേൻ ശത്രുവിനോട് പോരാടണമെന്നും ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, തൻ്റെ ജനത്തെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ നാം ആത്മീക വിഷയങ്ങളിൽ ഒന്നായി നിൽക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിലായിരിക്കുമ്പോൾ അവർ കൂടാരങ്ങളിൽ ഒരുമിച്ച് പാർത്തിരുന്നു. ആമേൻ. അവിടെ അവർക്ക് വലിപ്പച്ചെറുപ്പമില്ലായിരുന്നു. അവിടെ ഒരുമിച്ചുള്ള പാർപ്പും ആരാധനയും അവിടെ യാത്രകളും ഓരോ നിലയിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും എല്ലാം പുറമേ നിന്ന് വീക്ഷിക്കുന്നവരുടെ മനം കുളിർക്കുന്നതായിരുന്നു. ജാതിക പ്രവാചകനായ ബിലയാം ഇസ്രായേലിനെ ശപിക്കുവാൻ വന്നു. എങ്കിലും അവരുടെ ഐക്യതയും സ്നേഹവും അവരുടെ ഇടയിലുള്ള ദൈവസാന്നിധ്യം കണ്ട് അവരെ ശപിക്കാനാകാതെ അനുഗ്രഹിച്ച് അവൻ മടങ്ങിപ്പോയി. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുക എന്നാൽ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുക എന്നതിന് അർത്ഥമില്ല. ഐക്യബോധത്തോടും പരസ്പര സ്നേഹത്തിലും കഴിയുന്ന അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഐക്യത ഉണ്ടായിരിക്കണം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക എന്നും സങ്കീർത്തനക്കാരൻ പാടുന്നു. ഒരിക്കൽ ഒരു ഹൈന്ദവ സഹോദരൻ എന്നോട് പറയുവാനിടയായി, ഞങ്ങൾ ബഹുദൈവത്തെ ആരാധിക്കുന്നു, എന്നാൽ ഞങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ, ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ബഹുദൈവങ്ങളെ, പല ദൈവങ്ങളെ ആരാധിക്കുന്ന ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി വരും. എന്നാൽ ഏകദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് എന്താണ് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്ന്. ആരാധന പോലെ തന്നെ ആത്മീയ വിഷയങ്ങളിലുമുള്ള ഐക്യതയും ഉണ്ടായിരിക്കണം. പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി ഹേരോദാവ് അവനെ തടവിലാക്കി. എന്നാൽ സഭ ഒരുമനപ്പെട്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിൻ്റെ ഉൾമുറിയിൽ ദൂതൻ ഇറങ്ങുകയും പത്രോസിനെ വിടുവിക്കുകയും ചെയ്തു. ആമേൻ. പെലിസ്ത്യർ ഒന്നും പെലിസ്ത്യർ എന്നും ദൈവജനത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നവരായിരുന്നു. എപ്പോഴും ആമേൻ ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുവായിരുന്നു പെലിസ്ത്യർ.
ശമൂവേലിന്റെ കാലത്ത് ആമേൻ ഫെലിസ്ത്യർ ആമേൻ നിമിത്തമുള്ള ഉപദ്രവങ്ങളാൽ ജനം ഏറെ വലഞ്ഞിരുന്നു. എന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആഹ്വാനം ചെയ്ത് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം അനുസരിച്ച് ദൈവജനം ഒറ്റക്കെട്ടായി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഫെലിസ്ത്യരെ ദൈവം ആമേൻ ഒതുക്കുവാൻ തുടങ്ങി. ഫെലിസ്ത്യർ ഒതുങ്ങി തുടങ്ങി. ദൈവത്തിന്റെ കരം ശത്രുവിനെതിരായി വരികയും ചെയ്തു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ഹല്ലേലൂയ. കൂടാതെ ശത്രു അപകരിച്ചതെല്ലാം ദൈവം സ്തോത്രം തൻ്റെ ജനത്തിന് ദൈവജനം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കുവാൻ നാം എത്ര തന്നെ ശ്രമിച്ചാലും അത് വിജയിക്കണമെന്നില്ല. ആരാധന യഥാസ്ഥാനത്താകുവാനും പെസഹ ആചരിക്കുവാനുമായി ഒരിക്കൽ ഹിസ്കിയാവ് ആമേൻ ആളയച്ച് സകല ജനത്തെയും വിളിപ്പിച്ചു. എന്നാൽ ഐക്യത നഷ്ടപ്പെട്ട ജനം അത് കൂട്ടാക്കിയില്ല. അപ്പോൾ താൻ കൂടി വന്ന ജനങ്ങളുമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ജനം ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്തപ്പോൾ ഭിന്നിച്ചിരുന്നവരും വചനമനുസരിച്ച് ജീവിക്കാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഐക്യതയുടെ ആത്മാവിനെ ദൈവം വരുത്തുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ ആയാലും ജനത്തിനൊരു മനസ്സ് വരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആകയാൽ കുടുംബത്തിലായാലും സഭയിലായാലും ഐക്യത ഉണ്ടാകുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരും ശുദ്ധീകരണത്തോടും നിലവിളിയോടും കൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. വലിയ പ്രസംഗമോ അനുരഞ്ജന മീറ്റിങ്ങോ അല്ല പ്രധാനം. കണ്ണുനീരും പ്രാർത്ഥനയും ഉയരുമ്പോൾ ഐക്യതയുടെ ആത്മാവിന് ദൈവം പകരുവാനിടയാകും. ആകയാൽ പ്രിയ ദൈവപൈതലേ, ഈ പ്രഭാതം നിന്റെ സ്ഥിതികൾക്ക് ഭേദം വരണമെങ്കിൽ ദൈവസന്നിധിയിൽ സ്തോത്രം, ദൈവസഭയിലും കുടുംബത്തിനകത്തും ഐക്യതയും സമാധാനവും പ്രാർത്ഥനയും ആരാധനയും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് ഒറ്റക്കെട്ടാണ്. ഏത് സമയത്തും പിശാച് ഒറ്റക്കെട്ടായി നിൽക്കും. ഗദരദേശത്തിൽ ഒരു മനുഷ്യനെ നശിപ്പിക്കുവാൻ 6000 ഭൂതം അവൻ്റെ ശരീരത്തിൽ ഒറ്റക്കെട്ടായി പാർത്തു. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായി ഗോപുരം പണിയുന്ന കാര്യത്തിലും ജനം ഒന്നായി ചേർന്നു. നെഹമ്യാവ് പറയുന്നത് പോലെ നമ്മുടെ തകർച്ചകളെ കണ്ടിട്ട് ഇനിയെങ്കിലും നാം മതിലിൽ ചിന്നി തമ്മിൽ അകന്നു പോകാതെ കാഹളം കേൾക്കുന്നിടത്ത് ആരാധനയ്ക്ക് വേണ്ടിയും ഉപവാസത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ ആലയത്തിന് ഒരുമനപ്പെട്ട് കൂടി വരാം. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സ്നേഹിതൻ ഹല്ലേലൂയ സ്തോത്രം എന്നോട് പറഞ്ഞ പദമാണ് ഞാൻ സ്തോത്രം പ്രാരംഭത്തിൽ പറയുവാനിടയായത്. ഹല്ലേലൂയ. ഹൈന്ദവ സഹോദരങ്ങൾ ഏക ദൈവത്തെ ആരാധിക്കുന്നു. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരെല്ലാവരും സ്തോത്രം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയെല്ലാം ഇന്ത്യ മുഴുവനൊട്ടടങ്കം ആ ഹൈന്ദവ സഹോദരങ്ങൾ ഒന്നായി ചേരുകയാണ്. എന്നാൽ നമ്മുടെ എത്രയോ കർത്താവിൻ്റെ ദാസന്മാർ ഹല്ലേലൂയ പല സ്റ്റേറ്റുകളിൽ സ്തോത്ര പീഡകൾ അനുഭവിക്കുന്നു. ഇവിടെ ആർക്ക് ഒരുമയുണ്ട്? ഒത്തൊരുമിക്കുവാൻ കഴിയുന്നുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് ഒരുമിച്ച് ചേരുവാൻ കഴിയുന്നുണ്ടോ? കാരണം എന്താണ്? സ്നേഹവും ഐക്യതയും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് അവർക്കൊരിക്കലും ഒരുമിച്ച് ചേരാൻ കഴിയുന്നില്ല. പ്രിയ ദൈവമൈതലേ, പൊതുവായ ആത്മീയ വിഷയങ്ങളിലെങ്കിലും നമുക്കൊന്നായി നിൽക്കാം. നോക്കുവിൻ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമായിരിക്കുന്നു. വീടുകളിലായാലും ആലയത്തിലായാലും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ശുഭമായിരിക്കും, മനോഹരമായിരിക്കും. വ്യക്തിപരമായി സ്വസ്നേഹികളായി തീരാതെ, സംഘടനാ സ്നേഹികളായി തീരാതെ ദൈവസ്നേഹത്തിൽ നമുക്ക് ഒരുമിക്കാം. ദൈവം ഈ വിശുദ്ധ പ്രഭാതം എല്ലാവരെയും അതിനായി ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. മനോഹരവും സ്തോത്രം ശുഭവും മനോഹരമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശത്രു പോലും പറയുവാൻ സ്തോത്രം ഇടയാകട്ടെ. ദൈവമക്കൾ ഒരുമനപ്പെട്ട് ഹല്ലേലൂയ അവർ ശുഭമായിരിക്കുന്നു, അവർ
മനോഹരമായിരിക്കുന്നു എന്ന് അവർ നമ്മെ ശത്രുക്കൾ പോലും പറയുവാൻ തക്കവണ്ണം, ശത്രുക്കൾ പോലും ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനേക ആലയങ്ങളിൽ, അനേക സംഘടനകളിൽ, അനേക ശുശ്രൂഷകന്മാരുടെ നടുവിൽ, അനേക ദൈവസഭയിൽ കർത്താവേ, ആമേൻ, അനേക ഭവനങ്ങളിൽ, ജീവിതങ്ങളിൽ കർത്താവേ സ്തോത്രം, ഭിന്നത കൊണ്ടിട്ട് ശത്രു തകർക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് പ്രഭാതം യേശുവിൻ്റെ നാമത്തിലെല്ലാം തകർന്നു മാറട്ടെ. സമാധാനവും സന്തോഷവും നൽകണമേ. അപ്പനും മക്കളുമുള്ള ഐക്യതയും സ്നേഹവും വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ആമേൻ ആദരവുകളും വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ ശുഭമായി കാണപ്പെടുവാൻ, സമാധാനത്തോടെ ആയിരിക്കാൻ, സന്തോഷത്തോടെ ആയിരിക്കാൻ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ആമേൻ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ആലയത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ആമേൻ എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുടുംബങ്ങൾ, ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ, ദൈവ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളിൽ ശുഭമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരും. മകച്ചമങ്ങെടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.